ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, അനുഗ്രഹീതമായ ഒരു പകൽക്കാലം ദാനമായി തന്നതോർത്ത് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഞങ്ങളെ ഇതുവരെ കാത്തു പരിപാലിച്ചതോർത്ത് നന്ദി പറയുന്നു. മധ്യാഹ്നം പിന്നിട നാഴിക വരെ നീ ഞങ്ങളെ കരുതിയല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ അബദ്ധനർത്ഥങ്ങൾ വരാതെ, ഭാരങ്ങൾ വരാതെ സംരക്ഷിച്ചല്ലോ. നിന്റെ തേജസ്സിനും കരുണയ്ക്കുമായിട്ട് നന്ദി പറയുന്നു. ഈ സമയത്ത് പരിശുദ്ധ ദൈവമേ, അങ്ങയിലേക്ക് കൂടുതൽ അടുത്ത് വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം ഞങ്ങൾ ഓർക്കാതെ പോയ നിമിഷങ്ങളേറെയാണ്. ഞങ്ങളുടെ പാപങ്ങൾ അനുദപിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപം മോചിച്ചു തരണമേ. അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളിലേക്ക് വരുന്നതായ പൈശാചികമായ ബാധകൾ, ബന്ധനങ്ങളെല്ലാം യേശുവിന്റെ തിരുരക്തത്താൽ അത് അഴിഞ്ഞു പോകട്ടെ. അതിന്റെ കെട്ടുകളെല്ലാം പൊട്ടപ്പെട്ടു പോകട്ടെ. പരിശുദ്ധാത്മാവായ ദൈവം വസിക്കുന്ന ആലയവും ജീവിതവുമായി ഞങ്ങൾ രൂപാന്തരപ്പെടണമേ. അനന്തമായ കൃപയിൽ ഞങ്ങളേറെ ശ്രേഷ്ഠരാകണമേ. കൃപയുടെ മധ്യേ ഞങ്ങൾ അനുഗ്രഹമുള്ളവരായി മാറണമേ. വലിയ അഭിഷേകത്തിന് ഞങ്ങളെ വിധേയപ്പെടുത്തണമേ. ഇത് പങ്കുചേരുന്ന പ്രിയപ്പെട്ടവർ, ഈ സ്റ്റുഡിയോയും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ലോകം മുഴുവനുള്ള ഞങ്ങളുടെ മക്കളെല്ലാവരും യേശുവിൽ വളരുവാൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ലോകമാംഗംഭീരവാരീതിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യവീടുണ്ടുന്ന വീട് എത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ലോകമാംഗംഭീര വാരീതിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യവീടുണ്ടെന്ന വീട് എത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് നൽകിയ വചനം ഈ ലോകയാത്രയെ കുറിച്ചാണ്. വിശ്വാസ കപ്പലിൽ ഓടുന്ന, വിശ്വാസത്തിന്റെ നായകനെ നോക്കി ഓടുന്ന ഒരു ജീവിതയാത്ര. നമുക്ക് നൽകിയ വചനം റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇന്നലെ രാത്രി 8 മണിയുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നൽകിയത് ഫെസ്റ്റിവൽ സീസൺ, അവിടെ നാം എങ്ങനെ നമ്മുടെ ജീവിതമാകുന്നു. നാം ലോകത്തെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവാത്മാവ് നടത്തുന്നവരായി മാറാൻ ആഹ്വാനം ലഭിക്കുന്നു. ദൈവാത്മാവ് നടത്തുന്നവരായി മാറുമ്പോഴാണ് നാം ദൈവത്തിന്റെ മക്കളായി മാറുന്നത്. നമ്മളിങ്ങനെ പറയാറുണ്ട്, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു എന്ന്. ദൈവത്തെ വിട്ട് ഒരു നിമിഷം പോലും ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫെസ്റ്റിവൽ സീസണിൽ, ഏതെങ്കിലും ആഘോഷങ്ങളിലൊക്കെ, സാമൂഹികമായ ബന്ധങ്ങളിൽ, ജോലി മേഖലയോടൊക്കെയുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് പങ്കുചേരേണ്ടി വരുമ്പോൾ നിങ്ങളുടെ മനസ്സെപ്പോഴും പ്രാർത്ഥിച്ചും ഒരുങ്ങിയും ദൈവത്തോട് ചേർന്നത് പങ്കുചേരാൻ പരിശ്രമിക്കണം. ആ സമയത്തെല്ലാം ക്രിസ്തുവിന്റെ സ്നേഹം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ. ഒരു വ്യക്തിയെയും വിമർശിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ അല്ല, മറിച്ച് നാം എപ്പോഴും ക്രിസ്തുവിന്റെ പ്രകാശത്തെ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നവരാകണം. ഇന്നലെ രാത്രി ദൈവാത്മാവിനെ കുറിച്ച് പറഞ്ഞു. കർത്താവ് ആത്മാവാകുന്നു. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്.
നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുമ്പോൾ ദൈവമക്കളാകുന്നു. നാം ദൈവമക്കളായി ഈ ലോകത്ത് നടത്തപ്പെടുന്നില്ല എങ്കിൽ നാം പോലും അറിയാത്ത ഒരുപാട് പൈശാചികമായ ബന്ധനങ്ങൾക്കും ദുരാത്മാക്കൾക്കും നാം കീഴടങ്ങേണ്ടി വരുന്നു. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിപ്പീൻ. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അഭിഷേകമുണ്ടാകും, വചനമുണ്ടാകും. ആ വചനം നിങ്ങളെ നിയന്ത്രിക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുക. പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. ആഗ്രഹിക്കുന്നവരെ ദൈവം അഭിഷേകം ചെയ്യുന്നു. കർത്താവേ, പ്രാർത്ഥിക്കുന്നവരെ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ശക്തി നിറഞ്ഞ് മാനസാന്തരപ്പെടുവാൻ, പാപം തിരിച്ചറിയുവാൻ, രൂപാന്തരപ്പെടുവാൻ, ക്രിസ്തുവിനായി സമർപ്പിപ്പാൻ, ദൈവമക്കളായി തീരുവാൻ, വിശ്വാസ ജീവിതത്തിലേക്ക് ചേർക്കപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല പൈശാചികമായ ബന്ധനങ്ങൾ, ബാധകൾ, കെട്ടുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, രക്തത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. ഈ പ്രിയപ്പെട്ടവർ കർത്താവിന് പ്രിയപ്പെട്ടവരായി മാറട്ടെ. വചനമുള്ളിൽ സ്വീകരിക്കുന്നവരായി മാറട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ, ഞങ്ങളുടെ ജീവിത വഴികളിൽ കർത്താവ് കരം വെക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന പ്രിയപ്പെട്ടവരോടുകൂടെ ഇന്നും എന്നാളും ഉണ്ടാകട്ടെ. ആമീൻ. വൈകുന്നേരം 8 മണിക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.